വിശുദ്ധ കാബ കഴുകൽ ചടങ്ങ് പൂർത്തിയായി. മക്ക ഡെപ്യൂട്ടി അമീറിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. വർഷത്തിലൊരിക്കലാണ് കാബ കഴുകൽ ചടങ്ങ് നടക്കാറുള്ളത്. ഇന്ന് രാവിലെയാണ് മക്കയിലെ വിശുദ്ധ കാബ കഴുകൽ ചടങ്ങ് നടന്നത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന് വേണ്ടി മക്ക ഡെപ്യൂട്ടി അമീർ സൗദി ബിൻ മിഷാൽ രാജകുമാരൻ ചടങ്ങിന് നേതൃത്വം നൽകി. ഹറം പള്ളിയിലെത്തിയ 10,000-കണക്കിന് തീർത്ഥാടകരെ സാക്ഷി നിർത്തിയാണ് ചടങ്ങ് നടന്നത്. പനിനീർ കലർത്തിയ സംസം വെള്ളം ഉപയോഗിച്ച് കാബയുടെ ഉൾഭാഗം കഴുകിക്കൊണ്ടാണ് ചടങ്ങ് തുടങ്ങിയത്. റോസ്, കസ്തൂരി, സുഗന്ധദ്രവ്യങ്ങളിൽ മുക്കിയ വെളുത്ത തുണിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഡെപ്യൂട്ടി അമീർ കാബയുടെ ഉൾഭാഗത്തെ ചുവരുകൾ തുടച്ചു. തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതരും നയതന്ത്ര ഉദ്യോഗസ്ഥരും കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരും ചടങ്ങിന്റെ ഭാഗമായി. തറയിലെ പൊടികളും മറ്റും തുളച്ചു നീക്കിക്കൊണ്ടാണ് കാബയുടെ ആചാരപരമായ കഴുകൽ ആരംഭിക്കുന്നത്. പിന്നീട് സംസം വെള്ളവും റോസും ഊതും ഉൾപ്പെടെയുള്ള സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിച്ച് ചുവരുകൾ കഴുകുന്നു. ശേഷം തൂണുകളും നിലവും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കഴുകുന്നു. ഒടുവിൽ കാബയുടെ ഉൾഭാഗത്ത് മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മാതൃക പിൻപറ്റിയാണ് എല്ലാ വർഷവും കാബ കഴുകൽ ചടങ്ങ് നടക്കുന്നത്. സൗദി രാജാവോ അദ്ദേഹത്തിന്റെ പ്രതിനിധിയോ ആണ് ഇപ്പോൾ ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിന്റെ കാലം മുതൽ ഇത് തുടർന്നു വരുന്നു. ജലീൽ കണമകലം, 24 ജിദ്ദ.